മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 11. ഹായ്. ഓഫീസിലെ തിരക്കിട്ട പണിക്കിടയിൽ ആരോ പിന്നിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ചുമ്മു സിസ്റ്റത്തിൽ നിന്നും മുഖമുയർത്തി നോക്കുന്നത്. ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്ന ഭൈരവിനെയാണ് അവിടെ കണ്ടതവൾ. ഏയ് ഹായ്. അവളും തിരിച്ചൊരു ചിരിയോടെ വിഷ് ചെയ്തു. എവിടെ തൻ്റെ വാല്? കണ്ടില്ല? പങ്കുവിൻ്റെ ക്യൂബിൽ കിടന്ന ചെയർ വലിച്ചിട്ട് അതിലേക്കായി ഇരുന്നു കൊണ്ട് അവൻ തിരക്കി. ഇപ്പം വരും. വിവേകേട്ടൻ്റെ അരിയിലേക്ക് പോയിരിക്കുക. അവളവൻ്റെ പൂച്ചക്കണ്ണി നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇറ്റ്സ് ഓക്കെ. ആ, പറയാൻ വന്ന കാര്യം വിട്ടുപോയി. നിങ്ങളുടെ ടീം മാനേജറായിട്ടാണ് കേട്ടോ എനിക്ക് പോസ്റ്റിങ്. അവൻ കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് അവൾ കരിയിൽ നിന്ന് എഴുന്നേറ്റ്. അതെയോ, കൺഗ്രാറ്റ്സ്. മറുപടി പറഞ്ഞിട്ട് പെണ്ണ് വേഗം സിസ്റ്റത്തിലേക്ക് കണ്ണു നട്ടു. വേദയെ ഒരു വട്ടം കൂടി നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. എന്താടി ആ പൂച്ചക്കണ്ണൻ വന്ന് പറഞ്ഞിട്ട് പോയത്? സീറ്റിലേക്ക് വന്നിരുന്ന പങ്കു കാണുന്നത് അവിടെ നിന്നും പുറത്തേക്ക് നടക്കുന്ന ഭൈരവിനെ ആയിരുന്നു. ആളാണ് നമ്മുടെ ടീമിൻ്റെ മാനേജരെന്ന് ചുമ്മു സിസ്റ്റത്തിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ട് അലസമായി പറഞ്ഞു. പൊളിച്ചല്ലോ, ഇനി എപ്പോഴും അങ്ങേരെ വായി നോക്കാമല്ലോ. ചെക്കൻ പറഞ്ഞ് നാവകത്തിട്ടില്ല. അതിനു മുന്നേ തന്നെ പെണ്ണിൻ്റെ രൂക്ഷമായ നോട്ടം അവനെ തേടി ചെന്ന് കഴിഞ്ഞിരുന്നു. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് കൊത്താനുള്ള അരിമണികൾ നമ്മുടെ മേലെടുത്ത് തന്നെ പുര നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. പങ്കു തൻ്റെ കീഴ്ച്ചുണ്ട് ചിരി അമർത്താൻ എന്ന വണ്ണം പല്ലുകൊണ്ട് കടിച്ചമർത്തി. മര്യാദയ്ക്കിരുന്ന് പണി ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ ഇത് ഓഫീസാണെന്നൊന്നും ഞാൻ നോക്കില്ല. കൈ മടക്കി ഒരെണ്ണം വെച്ചങ്ങ് തരും. പറഞ്ഞതിനോടൊപ്പം തന്നെ പെണ്ണിൻ്റെ കൈ മുകളിലേക്ക് ഉയർന്നിരുന്നു. പങ്കു പിന്നീടൊന്നും സംസാരിച്ചില്ല. വെറുതെ ആകാശത്തൂടെ പോകുന്ന റോക്കറ്റിനെ തോട്ടിക്കൊണ്ട് പിടിച്ച് തലയിലിടുന്ന എന്തിനാ എന്ന് വിചാരിച്ച് വീണ്ടും തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞവൻ. ആ പിന്നെ, എനിക്ക് കൊത്താനുള്ള മേലയിടത്തുള്ള അരിമകളിലൊന്ന് നീയാണെന്നുള്ള കാര്യം മറക്കരുത്. ചുമ്മുവിൻ്റെ ഡയലോഗിൽ ഇത്തവണ കിളി പാറിയത് പങ്കുവിനായിരുന്നു. സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടോ അതോ അടുത്തിരിക്കുന്നവളെ പേടിയായിരുന്നത് കൊണ്ടോ പങ്കു പിന്നീട് വാതുറന്നില്ല. അനുസരണയുള്ള ഒരു ജോലിക്കാരനെ പോലെ ഇരുന്ന് പണികൾ ഓരോന്നും അവൻ ചെയ്യുവാനായി തുടങ്ങി. എൻ്റെ കാർത്തു, നീയും കൂടെ എന്നെ ഇങ്ങനെ ശരണം കെടുത്തല്ലേ. ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ എനിക്കിപ്പോൾ തന്നെയുണ്ട്. അതുകൊണ്ട് എന്നെ വെറുതെ ചൊറിയാൻ വേണ്ടി മാത്രം നീ വരരുത്. അനിരുദ്ധ് കടുത്ത മാനസിക സംഘർഷത്തോടെ തല കൈകളിൽ താങ്ങിയിരുന്നു. രണ്ടുപേരും കൂടി ഓഫീസിൽ ടൈമിൽ ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ വന്നതായിരുന്നു. അതെന്താ അനിയേട്ടാ അങ്ങനെ പറഞ്ഞേ? എനിക്ക് പിന്നെ എൻ്റേതായിട്ടുള്ള ടെൻഷനുകളൊന്നുമില്ലേ. അടുത്ത ആഴ്ച എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഞങ്ങളുടെ ബന്ധു തന്നെയാള്. അതുകൊണ്ട് വീട്ടുകാർക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ സമ്മതവുമാണ്. നമ്മുടെ കല്യാണക്കാരൻ വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിച്ച് എനിക്ക് വട്ടുപിടിക്കുക. ഏട്ടനോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ അത് ദേ ഇങ്ങനെയാവും. ഞാനിപ്പോൾ എന്താ ചെയ്യുക? കാർത്തിക വീണ്ടും മുഖം വീർപ്പിച്ചുകൊണ്ട് പിറുപിറുത്തു. നീ പിണങ്ങിയിരിക്കാനോ മുഖം വീർപ്പിക്കാനോ അല്ല ഞാനിതൊക്കെ പറയുന്നേ. ചുമ്മുവിൻ്റെ കല്യാണം കഴിയാൻ നമ്മളുടേത് ഒരിക്കലും നടക്കില്ല. അതുകൊണ്ടൊരു 6 മാസം കൂടി നീ എനിക്ക് വേണ്ടി കാക്കണം. കാത്തിരുന്നേ പറ്റൂ. അനിരുദ്ധിനും അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അച്ചമ്മയോട് തങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് പോലും അവിടെ നിന്നൊരു നീക്കുപോക്ക് കാണുന്നില്ല. മേലിടത്തെ ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കാതെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും ഈ അവസ്ഥയെ തെറ്റാണ്. അവനപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഒരിടത്ത് താൻ പെങ്ങളൂട്ടിയെ പോലെ കാണുന്ന തൻ്റെ ചുമ്മു, മറുവശത്ത് തൻ്റെ ജീവിതം. 6 മാസമോ? അതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നൊരു കാര്യം ചെയ്യേ, എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുമോ? പെണ്ണ് ടെൻഷൻ സഹിக்க വയ്യാതെ കൈവിരലുകളിലെ നഖം തിന്നുവാനായി തുടങ്ങി. ആ, അത് നോക്കാം. അങ്ങനെ പറയുമ്പോഴും അച്ഛനെയും ചിറ്റപ്പന്മാരെയും അച്ഛമ്മയെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കാർത്തികയുടെ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരണമെന്നാണ് അനിയപ്പോൾ ആലോചിച്ചു കൊണ്ടിരുന്നത്. ഹുയ്, എന്താണ് ഇണക്കുരുവികൾ തമ്മിലുള്ളൊരു രഹസ്യം പറച്ചിൽ? അതും ചോദിച്ചുകൊണ്ടാണ് പൊടുന്നനെ ചുമ്മുവും പങ്കുവും കൂടി അവരുടെ അരികിലേക്ക് നടന്നു എന്നത്. ഓ, എന്നാ പറയാനാ എൻ്റെ നാത്തൂനെ, ജീവിതം തന്നെ ബ്ലിങ്കസിയാവുന്ന
എനിക്കിപ്പോൾ തോന്നുന്നേ. കാർത്തിക അവരെ ഇരുവരെയും കണ്ടതും പുഞ്ചിരിയോടെ അരികിലേക്ക് ക്ഷണിച്ചു. ഒരേ ഓഫീസ് ആയതുകൊണ്ടും അനിരുദ്ധിൻ്റെ പ്രേമഭാജനം ആയതുകൊണ്ട് തന്നെയും കാർത്തികയോട് നല്ലൊരു അടുപ്പം പങ്കുവിനും ചുമ്മുവിനും നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. എന്താടി, നീ കാര്യം പറയ. അവൾക്കരികിലായി കിടന്ന ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചുമ്മു കാര്യം അന്വേഷിച്ചു. വേറെന്ത്, ഞങ്ങളുടെ കല്യാണക്കാരൻ തന്നെ. വീട്ടിലെനിക്ക് കല്യാണ ആചരിച്ചുകൾ വരുന്നുണ്ട്. ഓരോന്നൊക്കെ വരുമ്പോൾ മുടക്കി വിടുന്ന പാടെ എനിക്കേ അറിയൂ. ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ അടുത്ത ബന്ധുവാണ് ആള്. അതുകൊണ്ട് വീട്ടുകാരും പകുതി ഉറപ്പിച്ച മട്ടില്ല. ഇതിനെ എങ്ങനെ തലേന്ന് ഒഴുകി വയ്ക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാർത്തിക ആകപ്പാടെ ടെൻഷനിലായിരുന്നു. അനിയേട്ടാ, എങ്ങനെയാ കാര്യങ്ങൾ? നമുക്കൊന്നുകൂടി അച്ചമ്മയോട് പോയി കാര്യങ്ങൾ സംസാരിച്ചാലോ? പൊടുന്നനെ ചുമ്മുവിൻ്റെ മുഖം ഗൗരവത്തിലായി. ഒരു വട്ടം ഞാൻ പോയി സംസാരിച്ചിട്ട് വല്ലതും നടന്നോ? നിനക്കുള്ള പെട്ടിക്ക് ആണിയടിക്കാൻ വേണ്ടി എൻ്റെ പേരും കൂടെ പിടിച്ച് അവിടെ ഇട്ടേക്കുമല്ലേ. എത്രയൊക്കെ പറഞ്ഞാലും അച്ചമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവണം. ഇതുവരെ ഒന്നിനും ഒരു നീക്കുപോക്കുണ്ടാവില്ല ചുമ്മു. ഇവളുടെ വീട്ടിൽ പോയി സംസാരിക്കണമെങ്കിൽ അച്ചമ്മയുടെ അനുവാദം വേണ്ടേ? അവൻ പറഞ്ഞുകൊണ്ട് കസേരയിലൊന്ന് ഇളകിയിരുന്നു. പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നറിയാവുന്ന കൊണ്ട് തന്നെ പെണ്ണ് പിന്നീടൊന്നും പറഞ്ഞില്ല. പക്ഷേ അനിരുദ്ധിൻ്റെയും കാർത്തികയുടെയും കാര്യത്തിൽ വില്ലൻ താൻ മാത്രമാണെന്നുള്ള കാര്യം അവൾ ഇതിനോടകം തന്നെ ഗ്രഹിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കിക്കോളാം. നീ ടെൻഷൻ അടിക്കാതിരിക്കു പെണ്ണേ. സങ്കടത്തോടെ ഇരിക്കുന്ന കാർത്തുവിൻ്റെ ചുമലിൽ ഒരു കുഞ്ഞടി കൊടുത്ത് സമാധാനിപ്പിച്ച് ചുമ്മു. നീ എന്ത് തീരുമാനമാക്കുമെന്നാ? അനിയും പങ്കും ഒരുപോലെയാണ് അത് ചോദിച്ചത്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പെണ്ണിരു കണ്ണുകളും ചിമ്മിക്കാട്ടി. അതൊന്നും വേണ്ട ചുമ്മു. നീ പോയി ഇതിനിടയിൽ കൊണ്ടുപോയി തലയിടരുത്. നിന്റെ കാര്യത്തിൽ തന്നെ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പതിയെ നമുക്ക് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നീ വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം. അനിരുദ്ധ അവളെ അപ്പോഴേക്കും കരുതലോടെ ശാസിച്ചിരുന്നു. ആ സംഭാഷണം അവിടെ അവസാനിക്കുമ്പോഴും ഇനി എന്തു ചെയ്യണം എന്നൊരു ചിന്ത വേദയെ ചുറ്റിപ്പറ്റി തിരിഞ്ഞു. താൻ കാരണം ഒരിക്കലും കാർത്തുവിൻ്റെ കണ്ണുകൾ നിറയരുത്. ഇതിലൊരു തീരുമാനം എന്തായാലും ആക്കണം. മനസ്സിൽ എന്തൊക്കെയോ അപ്പോഴേക്കും ചിന്തിച്ചുറപ്പിച്ചിരുന്നവൾ. ഇതാര്? വരുന്ന കാര്യം നീയൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. മേലേടത്ത് തറവാട്ടിലേക്ക് കയറി വന്ന ഭൈരവിനെ വിപിൻ സ്വീകരിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയിരുത്തി. അന്നൊരു ഞായറാഴ്ച ആയിരുന്നതിനാൽ തന്നെ കുടുംബത്തിലെ മൊത്തം അംഗങ്ങളും തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആരിത്, ഭൈരവോ? പാടോ? അപ്പോഴേക്കും അച്ചുവും വിവേകവും അനിയും പങ്കുമൊക്കെ അവൻ്റെ ചുറ്റിനും കൂടിയിരുന്നു. ഇതുവഴി വെറുതെ പോയപ്പോൾ കയറിയതാ. വിപിൻ കുറേ നാളായി വരാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു. അവൻ പുഞ്ചിരിയോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കുശലം പറഞ്ഞു. ദേവരാജനും ശിവനും കൃഷ്ണദാസും നാരായണിയുമായിട്ട് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിനാൽ അവരെ പുറത്തോട്ടേക്ക് കാണാൻ കഴിഞ്ഞില്ല. പെണ്ണുങ്ങൾ 4 പേരും അടുക്കളയും. ഇതാര്? വാട്ട് എ സർപ്രൈസ്! തൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ചുമ്മു അപ്പോഴാണ് ഹാളിലിരിക്കുന്ന ഭൈരവിനെ കാണുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് സെറ്റിയിലിരിക്കുന്ന അവൻ അരികിലേക്ക് ചെന്നിരുന്നു. ഭൈരവ് പെട്ടെന്ന് വല്ലാതായി. ഇത്തിരി നീങ്ങിയിരുന്നെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന സംഭവം എന്ന രീതിയിലായിരുന്നു ചുമ്മുവിൻ്റെ ഇരിപ്പ്. അവളുടെ സ്വഭാവം അതായിരുന്നത് കൊണ്ട് തന്നെ ചുറ്റിനെ ഇരിക്കുന്ന പുരുഷപ്രജകൾക്കും അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. കണ്ണാ! ഡ്യൂട്ടിക്ക് പോകുവാനായി തൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് വന്ന മാധവിനെ കണ്ട് വിവേക് വിളിച്ചു. എന്താ ഏട്ടാ? ചോദ്യത്തോടൊപ്പം ചെക്കൻ്റെ കണ്ണുകളപ്പോൾ ചുമ്മുവിൻ്റെ അരികിലായിരിക്കുന്നതിൻ്റെ മുഖത്തേക്ക് പാളി വീണു. ഇതാണ് ഭൈരവ് വർമ്മ. വിപിൻ്റെ കൂടെ പഠിച്ചതാ. ടീം മാനേജറായി നമ്മുടെ ഹെഡ് ഓഫീസിൽ ഇന്നലെ ജോയിൻ ചെയ്തു. വിവേക് തനിക്ക് മുൻപിലിരിക്കുന്ന ഭൈരവിനെ ചൂണ്ടിക്കാട്ടി ഒട്ടൊരു ചിരിയോടുകൂടി പറഞ്ഞു നിർത്തി. ഓ, ഞാൻ മാധവ് കൃഷ്ണ. അവൻ ഭൈരവിന് നേർക്ക് ചെന്ന് നിന്നുകൊണ്ട് തൻ്റെ വലങ്കൈ നീട്ടി. ഭൈരവ് വർമ്മ സ്റ്റേറ്റ്സിലായിരുന്നു. ഇന്നലെ ഞാൻ ഓഫീസിലേക്ക് ഇൻ്റർവ്യൂക്ക് പോകുന്ന വഴിക്കാണ് ആക്സിഡൻ്റ് ആയതും. പക്ഷേ മാധവ് വിപിൻ്റെ ഏട്ടനാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അവനും തിരികെ ഹസ്തദാനം നൽകി ഒട്ടൊരു പതറിച്ചയോടുകൂടി. ഇറ്റ്സ് ഓക്കെ. എനിക്ക് അർജൻറ്റായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം കേട്ടോ. ഗൗരവത്തോടെ അത്രയും പറഞ്ഞു നിർത്തി
അവൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. മുൻവാതിൽ കടക്കുന്നതിന് മുൻപേ തന്നെ കണ്ണൻ ഒരു വട്ടം കൂടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ ഒരു കൗശലക്കാരനെ പോലെ അവിടെ ഇരിക്കുന്ന ഭൈരവിൻ്റെ നേർക്ക് പാറി വീണു. എന്തുകൊണ്ടോ മാധവിൻ്റെ മുഖം വല്ലാതെ മുറുകി. എല്ലാവരെയും ഒരു വട്ടം കൂടി നോക്കിയിട്ട് മാധവ് ധൃതിയിൽ മുറ്റത്തേക്കിറങ്ങി. അവൻ പോയതും അച്ചുവും അനിയും വിവേകും വിപിനും പങ്കുവും ചുമ്മുവും കൂടി ഭൈരവിനോട് വീണ്ടും എന്തൊക്കെയോ കത്തി വെച്ചുകൊണ്ടിരുന്നു. പൊടുന്നനെയാണ് വേദിയുടെ ഫോണിൽ ഒരു വാട്സപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. 4 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത്. അത് തുറന്നു നോക്കിയ പെണ്ണിൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ ഒന്ന് കുറുകി. ഓ ഷിറ്റ്! ആദ്യമായി തോൽവി അറിഞ്ഞ പോരാളിയെപ്പോലെ ചുമ്മു നിസ്സഹായായി. അവളിൽ വീണ്ടും പക നിറഞ്ഞു. അപ്പോൾ കാത്തിരിക്കൂ, ഇന്നത്തെ പാട്ട് ഇവിടെ കഴിഞ്ഞു. നാളത്തെ പാട്ടുമായിട്ട് അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.